ഒരാൾ ചോദിച്ചു എത്ര ആൽബത്തിന് മേടിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു 5-6 എന്ന് പറഞ്ഞപ്പോൾ 6 ലക്ഷം ഉള്ളൂന്നാ. ലക്ഷമോ? ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ 6000 രൂപയുടെ കാര്യമാണ് പറയുന്നത്. പബ്ലിക്കായിട്ട് ഞാൻ പറയാം, 6000-5000 രൂപയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം രേണുസുതി ഭയങ്കര പ്രതിഫലം മേടിക്കുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ 6000 രൂപ, ഈ 5000 രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കഞ്ഞി, പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അരി മേടിക്കാം നമുക്ക്. എന്നിട്ടും പറയുന്നത് ഇവൾ ഇത്രയും ചെയ്തിട്ട് ഇവക്ക് ഡ്രസ്സില്ല, മറ്റേതില്ല. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാവുന്നത്? ഞാൻ എൻ്റെ കാര്യം പറയുന്നു. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് എൻ്റെ കാര്യം പറയാൻ എനിക്കേ പറ്റത്തുള്ളൂ. വേറെ ആരും ഇല്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. അതിന് പോലും കുറ്റം കണ്ടെത്തുവാണ് ആൾക്കാർ. പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് രമ്യ. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒന്ന് ജസ്റ്റ് ചെന്ന് കടപ്പുറത്ത് ഒരു ഷൂട്ടിൻ്റെ ഇതിന് പോയത്. മനുഷ്യരുടെ ഒരു സ്നേഹം, കണ്ണൂർ പോയപ്പോൾ അവരുടെ മനുഷ്യരുടെ സ്നേഹം, നമ്മളെ തിന്നാൻ വരുന്ന സ്നേഹമാണ്. ഞങ്ങളുടെ സൂചിച്ചാണ്ട വൈഫാണല്ലോ എന്ന് ഓർത്ത കെട്ടിപ്പിടിച്ചാണ്. ആ സ്നേഹത്തിനൊക്കെ മുന്നിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ പീറകൾക്ക് വേണ്ടി മരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. മനുഷ്യനല്ലേ, മാക്സിമം എത്രയോ പോകുന്ന മനുഷ്യൻ. ഞാൻ ഈ ചില സമയം ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. തീരെ വേണം കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോകുമല്ലോ. നമ്മൾ മനുഷ്യനല്ലേ. കാരണം ഇന്നലെ പറയാ സുധിച്ചാണ്ട ഞാൻ കൊന്നു, എൻ്റെ പപ്പ കൊന്നു. അപ്പൊ ഇത്തരം വരുന്ന കമന്റുകളെല്ലാം രേണു കമന്റ് തന്നെയല്ലല്ലോ, വ്ളോഗേഴ്സ് ഈ റിയാക്ഷൻസ് വീഡിയോസ് എടുത്ത് ഇടുവല്ലേ ഇങ്ങനെ. അപ്പൊ രേണുവിന് ഇത് മറ്റുള്ള ആരെങ്കിലും അയച്ചു തരാണോ അതോ രേണു തന്നെ കാണുകയാണോ? ഞാൻ കാണത്തില്ല. എന്നെ അറിയാവുന്ന ആരും എനിക്ക് ലിങ്ക് അയച്ച ഞാൻ കാണത്തില്ല. ഇതൊന്നും ഇന്റർവ്യൂ പോലും കാണാൻ തുടങ്ങി ഈയിടെ തൊട്ട. എൻ്റെ ഇന്റർവ്യൂസ് കാണാം. പണ്ടത്തെ ഇന്റർവ്യൂ ഒന്നും ഞാൻ കാണൂല. എന്തിനാ വെറുതെ കണ്ട്. അപ്പം ഈയിടെയെല്ലാം ഞാൻ കാണാൻ തുടങ്ങിയത് തന്നെ. ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഇവന്മാർക്കൊന്നും അറിയുന്നില്ല. ഇത് ഇന്ന് എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞ ചേച്ചി അവരൊക്കെ കാണും. കാരണം അവര് വീട്ടുകാർ എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമല്ല. എന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് പൂമാലകളാണെന്നാണ് ഇന്നും പറയുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാരെ കൊന്നതാന്നൊക്കെ പറയാം. വീട്ടുകാർ അറിയാത്ത അവരെയൊക്കെ പറഞ്ഞ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര്. ഫാമിലി ആയിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് ഇവരുടെ. അല്ല ഞാൻ പിന്നെ ആലോചിച്ചു ഇവർക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ ഞാൻ കളയണം. ബോധർ ചെയ്യണ്ടെന്ന് വെച്ചൂടെ? എന്തിനെ? എടാ അത് വെക്കാം. പക്ഷെ ഈ വീട്ടുകാരും കൂടെ പറയുന്നത് ഒന്നും അറിയാത്ത വീട്ടുകാരെ നമ്മളെ തളർത്തുക എന്നുള്ളതായിരിക്കും അവരുടെ ഇന്റൻഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ തളർന്നിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് മനുഷ്യനാണ്. ഇവരുടെ ഉദ്ദേശം ഇതാണോ? ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണം, മക്കളെയും കൊന്നിട്ട് ഞാൻ മരിക്കണമെന്നാണോ ഇവരുടെ ഉദ്ദേശം? അതിന് മാത്രം എന്ത് പാതകമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്ത വരുന്ന അവള് അങ്ങനെയാ ഇങ്ങനെയാ മറ്റേ 6 കൂടെ അഭിനയിച്ചാൽ അവരുടെ കൂടാന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ 6 കൂടെ ഒരു ഫോട്ടോ എടുത്താൽ എൻ്റെ ഒരു അനിയൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്നതേ ഉള്ളൂ. അനിയനാ, കസിനാണ്. അപ്പൊ അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേന് എടാ നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ അടുത്ത വരനാന്ന് പറഞ്ഞാന്ന്. അവൻ എൻ്റെ കസിനാണ്, സ്വന്തം അനിയനാണ് കസിൻ. അപ്പൊ അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ അത് അടുത്ത മീഡിയ ഓൺലൈൻ മഞ്ഞ മീഡിയാസ് എടുത്തിട്ട് ഇവര് അടുത്ത വരനാണോ, അടുത്ത ഇവന്റെ കൂടെ ആണോ എന്നൊക്കെ ചോദിച്ചു. അത് ആരാ എന്താന്ന് പോലും ബന്ധം അറിയാതാണ് ഇവർ. അപ്പം എത്രത്തോളം അവന് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എത്രത്തോളം ഇനിയിപ്പോൾ അവനെ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ടായിരിക്കും. അവരൊക്കെ കാണുമ്പോൾ എന്തുമായിരിക്കും ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരുടെ കൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, ഞാൻ ആരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അന്നേരം അവന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. വല്ലാത്ത ഇജാതിയാവും. ഞാൻ മാത്രമേ ഉള്ളൂ. രേണു ഇപ്പൊ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്ത് രേണു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ ഞാനെല്ലാം കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇത് എത്രത്തോളം രേണുവിനെ തളർത്തുന്നുണ്ട്. രേണുവിന്റെ ഉള്ളിലേക്ക് ഇത് രേണു തന്നെ ചില സമയത്ത് വിഷമിച്ചു പോവാണ്. മനുഷ്യനല്ലേ രമ്യെ? ഒറ്റയ്ക്ക് സൂചിച്ചേട്ടനുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കത്തും ഇല്ലായിരുന്നു. സത്യം. ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു എന്തായാലും ഏട്ടന് ആക്സിഡന്റ് പറ്റി. രമ്യ ആ കയ്യോ കാലോ എന്തെങ്കിലും പറ്റിക്കിടന്ന് ഞാൻ പൊന്നുപോലെ നോക്കിയേനെ. എന്നാ ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സൂചിച്ചേട്ടനെ നോക്കിയേനെ. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇവള് കള്ളവാന്ന് പറയും. എനിക്ക് ഇവരെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കാമല്ലോ. പണ്ടേ എന്നോട് പറയാറ് സൂചിച്ചേട്ടൻ എപ്പോഴും, വാവട്ടെ ഞാൻ കിടക്കത്തില്ല, എന്ത് വന്നാലും ഞാൻ കിടക്കത്തില്ല, അങ്ങനെ കിടക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തത്തില്ല കേട്ടോ എന്ന് എപ്പോഴും എന്നോട് പറയുന്നു ഈ മനുഷ്യർ. ഈ ഇടയ്ക്കെല്ലാം പറയുമായിരുന്നു. ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ചേട്ടാന്ന് ചോദിക്കും. ഞാൻ കിടക്കേണ്ട അവസ്ഥ വരുത്തത്തില്ല വാവട്ടനെ, ഞാൻ എന്നെ ഇങ്ങനെ ഒരു യൂറിൻ എടുക്കേണ്ട അവസ്ഥ വരത്തില്ല, അങ്ങനെയൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞാൻ ഇപ്പം വഴക്കും കൂടെ പറയും, ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പറയുന്നേ എന്നൊക്കെ പറയുമായിരുന്നു. ഒരു ദിവസം പോലും കിടക്കത്തില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോ അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള വാർത്തകളും ഇതൊക്കെ പറയുമ്പോഴും ബുദ്ധിമുട്ട് വിഷമമാന്നേ. അവരും കരച്ചിലും സങ്കടവും അങ്ങനെ വിഷമം എന്നാ ചെയ്യും. പിന്നെ എന്റെ മുന്നിൽ കരയത്തില്ല, ഞാൻ അവരുടെ മുന്നിൽ വലിയ സ്ട്രോങ് അല്ലേ. അപ്പൊ അവരെന്റെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഡൗൺ ആവും എന്നറിയാം. ഞാൻ എന്ത് അത് കേട്ടോ അത് പോകാൻ പറയാമേ, അത് വിട്ടേക്ക് എന്നേ പറയത്തുള്ളൂ. ചേച്ചി രാവിലെ വിളിച്ച് പറഞ്ഞ ഇത്
എടി നമ്മുടെ പപ്പായാ സൂചേട്ടനെ കൊന്ന, നീയാ കൊന്നത് എന്നൊക്കെ പറഞ്ഞ അടുത്ത ഒരു വാർത്ത ഇറങ്ങിയത്. ഇത് ഇനി ഇവിടം കൊണ്ട് നിയമപരമായിട്ട് തന്നെ പോകണമെന്ന്. കാരണം ഇവിടം കൊണ്ട് ഒരുത്തനെ എങ്കിലും പിടിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ മിണ്ടുന്നില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അവന്മാർ അതിനുള്ള നേരത്തെ മുൻകൂർ ജാമ്യമൊക്കെ എടുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഏതവനാണോ എനിക്ക് ടിപ്പ് ഉണ്ടാക്കുന്ന അവനിട്ട് കൊടുത്തിരിക്കും. കാരണം എൻ്റെ ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഒരു കാര്യവുമില്ലാതെ സുചേട്ടൻ മരിച്ചത് ആക്സിഡന്റ് ആണെന്ന് പറയാം. എൻ്റെ കണ്ണുമുന്നിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ചേട്ടൻ ആക്സിഡന്റ് ആയി, രേണു വേഗം ചെല്ലും, ഞാൻ എങ്ങനെ ഐസിയുവിൽ ചെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഏട്ടൻ ജീവൻ പോകുന്നിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കണോ? ആൾക്കാർ കൊന്നു കുഴിച്ചു കൊടുത്തില്ല. ഞാൻ കൊന്നാന്ന് പറഞ്ഞേനെ. ഇപ്പൊ തന്നെ പറഞ്ഞ ഞാൻ കൊന്നാന്ന. ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങും ഏട്ടനോട് സംസാരിക്കാതെ ആളുടെ അടുത്ത് സംസാരിച്ച് ഫോൺ വിളിച്ച് ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ചേട്ടന് കാർ ഓടിക്കാൻ പോലും അറിയത്തില്ല. ആള് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഡ്രൈവറാണ് കാർ ഓടിച്ചത്. അങ്ങനെ പോയി ഇടിച്ച് മരിച്ചതാ എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഒരു ആൻസർ കൊടുക്കാനായിട്ട് രേണുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. പറയുന്നവര് കുറച്ചു നാൾ പറഞ്ഞു കഴിയുമ്പോ അവരുടെ ഭയം അടുത്ത് കഴിയുമ്പോ അവരെ നിർത്തിക്കോളും. 2 വർഷം കഴിഞ്ഞല്ലേ ഇത് നിർത്താൻ മേലെ ഇനിയെങ്കിലും. അതൊരു പക്ഷെ രേണു ഇപ്പം ഒരുപാട് ആൽബംസ് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു, രേണുവിന് നല്ല രീതിയിൽ റെപ്രീസിയേഷൻ കിട്ടുന്നു. അതൊക്കെ കാണുമ്പോഴുള്ള അവർക്ക് അത് കാണുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. അതിനായിരിക്കും അവർ വീണ്ടും രേണുവിനെ തളർത്താൻ നോക്കുകയായിരിക്കും. കാരണം നമ്മളും മനുഷ്യനല്ലേ, നമുക്ക് ഇമോഷൻസ് ഉണ്ട് അല്ലേ. ഞാൻ തടിയും കൊണ്ടുള്ള ആളൊന്നും അല്ലല്ലോ. എനിക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും ഇല്ലാതാണ് ഈ ചെറ്റ വർത്താനം. അങ്ങനെ തന്നെ പറയും, ചെറ്റ വർത്താനമാണ് പറയുന്നത്. വെറും വൃത്തികെട്ട വർത്താനം. എന്തൊക്കെയാ പറയുന്നത് എൻ്റെ അമ്മോ. കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കണം. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തീർന്ന്. ഇതിന് മാത്രം എന്നാ ഞാൻ ചെയ്യുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനൊരു അവസാനമില്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരും വിടുന്നു. കിച്ചുവും രേണുവും ഒന്നിച്ചുള്ള ആദ്യത്തെ ഇന്റർവ്യൂസിലെല്ലാം മകനെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയും അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു മകനും തന്നെയായിരുന്നു ഇരുവരും. പിന്നീട് രേണു മോഡലിംഗിലേക്കൊക്കെ ഇറങ്ങി ആൽബം ഷൂട്ടും ഉദ്ഘാടനവും അങ്ങനെ വീഡിയോയും റീലുകളിലൊക്കെ നിറഞ്ഞു നിന്നപ്പോൾ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു. കിച്ചു കൊല്ലത്തേക്ക് പോയി, രേണു ഇവിടെ തന്നെ നിന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചു. അതിന് രേണു പ്രത്യേകിച്ച് റിയാക്ട് ഒന്നും ചെയ്തില്ല. എന്നാൽ അതുവരെയും കിച്ചു തൻ്റെ സ്വന്തം മോനെ പോലെ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് രേണുവിൻ്റെ ആ ഒരു പ്രതിച്ഛായ അവിടെ മാറുകയാണ് ചെയ്തത്. ഇവർ തമ്മിലുള്ള അകൽച്ച പബ്ലിക്കായി. അത്രയും നാളും പ്രൈവറ്റ് ആയിരുന്നു ഇവരുടെ അകൽച്ചകളെല്ലാം, അതോടെ പബ്ലിക്കായി. ഋതപ്പനെ കാണാൻ അപ്പോഴും കിച്ചു അന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണു പറയുന്നത് കിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും ഈ കാര്യം അറിഞ്ഞോ അറിയില്ലോ എന്ന് തനിക്കറിയില്ല, എന്താണെങ്കിലും ഇതുവരെയും ഒരു കാര്യത്തിനും വിളിച്ചിട്ടില്ല എന്നാണ്. ഈ വാർത്ത അറിഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യത്തിനോ ചോദിക്കാനോ പറയാനോ വിളിക്കുകയോ തന്നെ കാണാൻ വരികയോ ഒന്നും കിച്ചു ചെയ്തിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. ഇതിൽ രേണു എന്ന അമ്മയുടെ സങ്കടമുണ്ട്. ഇതിൽ കമൻ്റായിട്ട് എല്ലാവരും പറയുന്നത്, രേണു നിനക്ക് ഒരിക്കലെങ്കിലും ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും നീ അവരെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ വിളിക്കണം, പോയി കാണണം. കഴിഞ്ഞതെല്ലാം മറന്ന് ഈ ഒരു ദുഃഖത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ അവരെ കൂടെ താങ്ങായി നിൽക്കേണ്ടത് ഭർത്താവില്ലാത്തത് കൊണ്ട് തന്നെ മൂത്ത മകനാണ്. എന്നാണെങ്കിലും ഋതുവിനെ മുൻപേ തന്നെ കിച്ചുവിനെയാണ് രേണു സ്വന്തം മകനായി എടുത്തത്. സ്വന്തം മകൻ എന്ന് രേണു ഉറപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ രേണുവിൻ്റെ മനസ്സിൽ ഇതെൻ്റെ മകനാണ് എന്ന് ഒരു സ്നേഹം വന്നതുകൊണ്ട് തന്നെയാണ് അവർ ആ വിവാഹ ബന്ധത്തിലേക്ക് കടന്നത്. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ള ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ആ സമയത്ത് രേണു ഒരു 2ാം വിവാഹിതയാണ്, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്നതിലുപരി രേണുവിന് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ രേണുവിന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോഴും കിച്ചുവിനെ ഒരു കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് ഇപ്പോൾ കിച്ചുവിന് ഒരു 17-18 വയസ്സോളം ഉണ്ടാവണം. ആ പ്രായം വരെയും ഒരു 21 വയസ്സോളം ഉണ്ടാവണം. ആ പ്രായം വരെയും രേണു തന്നെയാണ് ആ മകനെ നോക്കിയത്. സുധി എന്ന് പറയുന്ന രേണുവിന്റെ ഭർത്താവ്, കിച്ചുവിന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷവും രേണു ആ കുടുംബം നോക്കിയിട്ടുണ്ട്. അവരുണ്ടാക്കിയ പൈസയിൽ നിന്നും കിച്ചു ഒരു 100 രൂപയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവണമല്ലോ. അവർ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ നിന്നും കുറച്ചെങ്കിലും, ഒരു നേരത്തെ അന്നമെങ്കിലും കിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും അവരോട് ആ സ്നേഹം കാണിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്.
കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്ത് അതൊന്നുമല്ല ആവശ്യം. പ്രാർത്ഥനയാണ്. അവനിനി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര മോശം സ്ത്രീയാണ് എന്ന് പറഞ്ഞാലും ഒരു അസുഖമാണത്. ആ രോഗം അതൊരവസ്ഥയാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിനോട് പോരാടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെല്ലാവരും താങ്ങും തണലുമായാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും അവൻ എന്നെ വിളിച്ചില്ല എന്നൊരു വേദന ഒരിക്കലും ആ അമ്മയുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്.